എന്റെ മോനെ കാർബൺ വീല് സീനാ ചേച്ചി ഒതുങ്ങി നിൽക്കോ വണ്ടി വരണ്ടേ ഞങ്ങൾ അവരുടെ ഒപ്പം പോവാന്ന് വിചാരിച്ചേട്ടാ പക്ഷെ ഞങ്ങൾക്ക് പേടിയാവും അവര് ചവിട്ടണത് കണ്ടിട്ടാ ദൈവമേ ടാങ്കർ ലോറിയാ ഒതുക്കിയെടുക്കേട്ടാ ഒതുക്കിയെടുക്ക കമോണ്ടർ മഹേഷേ കമോണ്ടർ ചിന്തിക്കേണ്ട എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ വിചാരിക്കേണ്ട ഈ ഉറക്കപ്പിച്ചിയിൽ എണീറ്റിട്ട് ഞാൻ എങ്ങനെയാണ് പോണത് എന്ന്. സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ന് കളമശ്ശേരി ഭാഗത്ത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു റീൽസ് ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് അവന് കളമശ്ശേരി ഭാഗത്ത് എന്തോ റേസ് ഇവൻറ്റ് നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നവകേരളയുടെ ഭാഗമായിട്ട് നവകേരള നിങ്ങൾക്കറിയാലോ സംഭവം അടിപിടി ഒക്കെ പരിപാടികളൊക്കെ നടത്തുന്ന മറ്റേ ബസ്സിലൊക്കെ പോകുന്ന പരിപാടി. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അവിടെ എന്തോ റേസ് നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓൾ കേരള റേസാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വെടിക്ക് 3-4 പക്ഷി കിട്ടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു ഇൻസ്റ്റാഗ്രാം റീൽസും ഒരു വീഡിയോയും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉപകാരമായി ഒരു യാത്ര പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാഭമാണ്. സോ ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോണത്. വീഡിയോയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റാമെന്ന് ഒരു പ്രത്യേകിച്ച് ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഞാൻ ഇന്നലെ ആക്കിയായിട്ടാണ് അറിഞ്ഞത്. നേരത്തെ കൂട്ടി അറിഞ്ഞിട്ടുള്ള പെട്ടെന്ന് അറിഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തുള്ള സപ്പോർട്ട് തരാൻ മറക്കായിരിക്കും. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റേസിന് വന്ന പിള്ളേർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കളമശ്ശേരി ഭാഗത്തോട്ട് പോകാം. സോ സമയം ഇപ്പോൾ 6:20 6:30ക്കാണ് ഫ്ലാഗ് ഓഫ് വരുന്നത്. ഇപ്പോൾ ജസ്റ്റ് ശ്രീകണ്ഠൻ നായർ സാറും എല്ലാവരുമായിട്ട് ഒരു ഫ്ലാഗ് ഓഫ് പെട്ടെന്ന് നടത്താണ്. കാരണം ഓരോരുത്തർക്കും തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു ചെറിയ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെയാണ്. റേസ് തുടങ്ങാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആക്ച്വലി ജസ്റ്റ് ഫോട്ടോ സെക്ഷന് വേണ്ടി എല്ലാവരും റെഡി ആയി നിൽക്കുകയാണ്. ചെറിയ പ്രസംഗവും കാര്യങ്ങളൊക്കെയാണ്. സോ ഫ്ലാഗ് ഓഫും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. ഇനി ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞു. ഇനിയാണ് ശരിക്കും റേസ് തുടങ്ങാൻ പോണത് കേട്ടോ. നോർമലി നമ്മുടെ ന്യൂസ് ചാനലിലാണ് കാലത്ത് കാണാറ്. അതായിരുന്നു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു ഫോട്ടോ ഇങ്ങനെ സൈക്കിളിന്റെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് യൂട്യൂബിൽ. സോ കിട്ടി ഫോട്ടോ കാര്യങ്ങളൊക്കെ കിട്ടി. ഞാൻ അതിൽ നിന്ന് എടുത്തോണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് വാമപ്പും കാര്യങ്ങളും അല്ല, ജസ്റ്റ് ഒരു ഫോട്ടോ സെക്ഷൻ മാത്രമാണ്. സുധിയേട്ടൻ അങ്ങടല്ല ഇങ്ങടെ റൈസ് സുധിയേട്ടൻ. പിന്നെ നമ്മുടെ അപ്പൊ ഞാൻ പറഞ്ഞത് സുധിയേട്ടനുണ്ട്. പിന്നെ ബാംഗ്ലൂര് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ലേ, ബാംഗ്ലൂര് പോയി ആ സമയത്ത് ഉണ്ടായിരുന്ന ഫുൾ ടീം ഉണ്ടാവും. രാംകുമാർ എന്നല്ല രാമേട്ടനെ കാലുമെന്തോ ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആള് ഇല്ല. ബാക്കി ആഷിദ് ബ്രോ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബിപിൻ ചേട്ടനും വന്നിട്ടുണ്ട്. ബിപിൻ ചേട്ടാ ഒന്നും മിണ്ടാണ്ട് എൻ്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ആളാണ്. ഞങ്ങള് സംസാരിച്ചില്ല കേട്ടോ, അല്ലെങ്കിൽ ഒരുമിച്ച് വരായിരുന്നു. ഇപ്പോ ഞാൻ ഒറ്റയ്ക്കാണ്, ബൈക്കുമ്മയാണ് വന്നത്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും നോക്കി നോക്കട്ടെ. സോ ഒഫീഷ്യലി റേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്തു. യെസ്, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. റേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ ആംബുലൻസ് ബാക്കിലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. 20-22 കിലോമീറ്റർ ഉള്ള റേസ് വരുന്നത്. 6:39 നോക്കി നോക്കാം. ഏറ്റവും ആദ്യം എത്തുന്നവരാണ് ഫിനിഷ് ചെയ്യുക. സോ ഇതാണ് കേട്ടോ ഫസ്റ്റ് ബെഞ്ച്. അതിൻ്റെ മുന്നിൽ ആരും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ജാവ പെടക്കി 20 കിലോമീറ്ററുള്ളിൽ എല്ലാ പരിപാടിയും തീർക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു മെയിൻ സംഭവം. ആ ക്യാമറമാൻ്റെ ഒപ്പം വിട്ടോ. അതാകുമ്പോൾ ക്യാമറ പിടിച്ചാലും ആളുടെ പരിപാടി പറയാം. ബ്രോ കവാൻ എടാ നിറച്ച് ഹമ്പാണോ അവിടെ. ദൈവമേ ഹമ്പ്. കാർ ദൈവമേ സീൻ. എന്റെ മോനെ കാർബൺ
വീല് സീനാ. ഓ ടഫാട്ടാ പണി, ദൈവമേ. ദൈവമേ, ഇതിൽ കൂടെ കാർബൺ മറ്റേ RB സെറ്റിന്റെ ആള് നീ ഒറ്റയ്ക്കായിക്കില്ലോ, സൈഡാക്കിലോ. ബെസ്റ്റ് സീൻ. വാട്ടർ ബോട്ടിൽ നിക്ക് വണ്ടി. ഓ ഫുൾ ബോട്ടിലാണല്ലോ. എടുത്തെടുത്ത കുഴിയാ. ദൈവമേ, കാർബൺ വീലൊന്നും നോക്കണ്ടാ. കാർബൺ അതാന്ന് തോന്നുന്നു ഒരാൾ സൈഡായത് കേട്ടാ. കാർബൺ വീലിനെ പേടിച്ചിട്ടായിരിക്കണം. കുറച്ച് റൂട്ടുള്ളൂ, ബാക്കിയൊക്കെ നല്ലത്. ഇനി നല്ല റൂട്ടാന്നോണ്ട്, ഇനി നല്ല റൂട്ടാട്ടാ. ആ ക്യാമറമാൻ്റെ ഫ്രണ്ടിലാ സുധിയേട്ടൻ. എല്ലാരും ഇപ്പൊ ഒരേ ഫസ്റ്റ് ബെഞ്ച് ആ ഒരു ഇത് പിടിച്ചിട്ടാ പോണത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഓരോരുത്തര് വിൻ സ്പേസ് ചാപ്റ്റർ 2 മാറിയേട്ടാ. വളവുണ്ട് ഇവിടുന്ന്. എന്റെ പുണ്യ എന്ത് സംഭവം. കമോൺ. ഓ പോലീസുകാരുണ്ട് കേട്ടോ, വളണ്ടിയേഴ്സ് ആയിട്ട് സപ്പോർട്ടിന് പോലീസുകാരുണ്ട്. അത് കുഴപ്പമില്ല, അത് നന്നായി. എന്തായാലും ഓരോരുത്തർ ഇതും പിടിച്ച് ദൈവമേ, ടാങ്കർ ലോറിയാ. ഒതുക്കിയെടുക്ക ആര് കേൾക്കാൻ. ടിപ്പർ കുഴി വരണ്ടേ, കുഴി. ഗൈസ് ഇവിടെ വലിയൊരു ഇറക്കാട്ടാ. ഇറക്കം കഴിഞ്ഞ് വരുന്ന ഒരു വരവാണ് ഗൈസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് സ്ലോ ആക്കിക്കോ. ഒതുക്കിക്കോ മോനെ. ചേട്ടാ സൈഡാക്ക് ചേട്ടാ, പിള്ളേര് വരുന്നുണ്ട്. സൈഡാക്കിക്കോ. ഞങ്ങൾ അവരുടെ ഒപ്പം പോവാന്ന് വിചാരിച്ചേട്ടാ, പക്ഷെ ഞങ്ങൾക്ക് പേടിയാവും അവർ ചവിട്ടണത് കണ്ടിട്ടാ. അതുകൊണ്ട് കുറച്ച് മുന്നിലാ പോണത്. അതുകൊണ്ടാണ് പല ഷോട്ടുകളും ഇത് പോണത്. വണ്ടി ബാക്കിലെ റൈഡർ കമാൻ മോനെ. സി പിടിക്കണ ബാക്കിലുണ്ടോ, ബാക്കിൽ അവര് പിടിച്ചു നിൽക്കണ്ടോ. ഇവനാണ് ലീഡ് വരുന്നത്.
ആകുമ്പോ എന്തൊട്ട് സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല കേട്ടാ. ആ ലീഡ് നിൽക്കണവനും ബാക്കിൽ ഒരു ബെഞ്ച് പേരുണ്ട്, 3 പേരുടെ ഒരു ബെഞ്ച്, അവരും എന്താ സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. അതാണ് അതിന്റെ ഒരു ത്രില്ലിങ് പോയിന്റ് വരുന്നത് കേട്ടോ. ഈ 3 പേരാണ്. ഒരു RB സെറ്റ് ഉണ്ട്. ആരുടെയും പേര് വായിൽ കിട്ടില്ലല്ലോ. ഒപ്പം പോവാം. ക്ലിയറാ. കമോൺ. ഞാൻ ആക്ച്വലി വന്നത് ആ ഫ്രണ്ടിലത്തെ ലുക്കില്ല, അതിന്റെ ഒരു റീൽസ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അവനാണ് എനിക്ക് പറഞ്ഞു തന്നത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് ബ്രോ ആയോ എന്ന് പറഞ്ഞിട്ട്. കമോൺട്രാ മഹേഷേ, കമോൺട്രാ. ഫ്രണ്ടില് ആ ഭാഗം കണ്ട, ഫ്രണ്ടില് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനിപ്പോ ഏറ്റവും ബാക്കിലായിട്ടോ. ഇതാണ് അതിന്റെ ഒരു രസം വരുന്നത്. ഇപ്പൊ ബെഞ്ചിന്റെ ഏറ്റവും ലാസ്റ്റാണ് അവൻ നിൽക്കുന്നത്. കമാൻ എന്റെ മോനെ, അവരുടെ ഒരുമിച്ചുള്ള ടീം വർക്കാന്ന് നമുക്ക് പലപ്പോഴും തോന്നും. പക്ഷെ ടീം വർക്കല്ല, അവസാനം എത്തുമ്പോ കാണാം. ചേട്ടാ ഒതുക്ക് പട്ടിണ്ടോ. കമാൻ പോട്ടെ എന്റെ മോനെ, ഒതുക്കിയാട്ടോ. എടാ സുദേവ് വിളിക്കണോടാ. അറിയില്ല ചേട്ടാ, ഇവിടെ ആരുമില്ലേ വീഡിയോ എടുക്കാൻ വന്നിട്ട്? ആവോ, നിക്ക് സൈഡാക്ക. ആള് പോട്ടെ, അഡ്വക്കേറ്റ് പോട്ടെ. അതന്നെ പട്ടി പോടാ പട്ടി. ചേട്ടാ ഒതുങ്ങി നിൽക്ക്, വണ്ടി വരണ്ട്. ചേച്ചി ഒതുങ്ങി നിൽക്കോ, വണ്ടി വരണ്ട്. ബാക്കിലുണ്ട്, കാരണം ഈ സൈഡിലേക്ക്. അത് ശരി, ഞങ്ങളോടൊപ്പം ഞാൻ പറയണേ. ബാക്കിലെ ആൾക്കാരെ എത്തി തുടങ്ങി. അവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ ചില സ്ഥലം വേണമെങ്കിൽ ഒന്ന് സ്ലോ ആയിക്കോ. എന്റെ മോനെ, ഈ ഹമ്പ് ഒന്ന് പയ്യാക്കിട്ടാ. അവര് ഒന്ന് വരട്ടെ എന്തെങ്കിലും. ഹമ്പ് കട്ടർ. ഇവരെന്നെയാണ് ഇപ്പോഴും ലീഡിൽ നിൽക്കുന്നത്. സുദേവ്, സാവ, ലുക്ക്. വളണ്ടിയേഴ്സ് ഉണ്ട് കേട്ടോ. എല്ലാ ചെക്ക് പോയിന്റ്സിലും വളണ്ടിയേഴ്സ് ഉണ്ട്, വഴി തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ചേട്ടാ സൈക്കിൾ ഒതുക്ക്. ഇനി 1 കിലോമീറ്റർ ഉള്ളോട്ടാ. 1 കിലോമീറ്റർ 500 മീറ്റർ ഉള്ളോ ഇനി റൈസ് അവസാനിക്കാൻ വേണ്ടിട്ട് കേട്ടോ. റൈസ്. സോ ഇതാണ് ഫിനിഷിംഗ് പോയിന്റ് കേട്ടോ. ഫിനിഷിംഗ് പോയിന്റ് ഇവിടെയാണ് വരുന്നത്. സുദേവ് അല്ലേ? സുദേവ് തന്നെ. എൻ്റെ മോനെ, ഒരു 1.5 യാത്ര തന്നെയായിരുന്നു കേട്ടോ. സീൻ. ഇനി നമുക്ക് ഒരു തുണി വരാണ്ട് കേട്ടോ. സെക്കൻഡ് ബെഞ്ചിൽ ആരൊക്കെയാണെന്ന് നോക്കി നോക്കണം. ചേട്ടാ മാറ്. യോ പൊളി. സീൻ ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടാ. എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ റേസും കാര്യങ്ങളൊക്കെ? റേസ് നല്ല റേസായിരുന്നു, അടിപൊളിയാണ്. ഒരു 300-400 മീറ്ററോളം ഭയങ്കര ഓഫ് റോഡ് വരെയായിരുന്നു. ഈ സൈക്കിൾ വെച്ചിട്ട് പോകാൻ ഭയങ്കര പേടിയാണ്. അതെ, കാർബൺ വീൽ മാത്രമല്ല പഞ്ചറാവുള്ള ചാൻസസ് കൂടെ. അപ്പോൾ വീഴുന്നത് വേറെ, പഞ്ചർ വേറെ. അപ്പോൾ റൈഡ് കംപ്ലീറ്റ് ചെയ്യാൻ നടന്നിട്ട് ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റി. റേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോട്ടെ. റൈഡേഴ്സ് എല്ലാവരും കൂടി ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. ഒന്ന് ശ്വാസം വലിക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഇത് കൊണ്ടുപോയി എന്ത് പറയുമെന്ന് അറിയില്ല. ഇവനാണ് എന്നെ വിളിച്ചത്. നീ കാരണം ഞാൻ അറിഞ്ഞത്. ഇവൻ്റെ ഈ ബൈക്കിൻ്റെ ഒരു റീൽസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോഴാണ് ഇവൻ പറഞ്ഞത്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു റൈസ്? പൊളിച്ച്, അടിപൊളി.
പറയ് വെറുതെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. രാമണ്ണ അങ്ങോട്ട് പോകണ്ടായിരുന്നല്ലോ. പിന്നെയും വഴി ചെയ്യുവാമേ. ബാംഗ്ലൂർ വെച്ച് റൈസ് തുടങ്ങണേക്കാട്ട് വീണ്ടും ആൾക്ക് ഇത് തെറ്റുണ്ട് കേട്ടോ, വഴി തെറ്റുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ബ്രോ? എങ്ങനെയുണ്ടായിരുന്നു റൈസ്? അടിപൊളിയായിരുന്നു. പൊളിച്ചില്ലേ? ഇതെന്തിട്ട് ഇതവിടെ ഫുള്ള് പൊളിയായിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. ഹായ് ഹായ് ഹായ്, എന്തൊക്കെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പൊളിച്ച്. ഹായ് ഹായ് ഹായ്, എങ്ങനെയുണ്ടായിരുന്നു റൈസ്? അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. അപ്പോൾ എല്ലാവരും ഓരോരുത്തരും റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കട്ടെ, ഒന്ന് ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ പരിപാടികളും കാര്യങ്ങളൊക്കെ ഒതുങ്ങി അതിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു. ഇത് ലുക്ക് എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ, ലുക്കിൻ്റെ ബ്ലേഡ് RS അല്ലേ? ബ്ലേഡ് RS അല്ലേ? ആ, ഇത് എത്രയാണ് ഒറിജിനൽ പ്രൈസ്? എത്രയാണ് വരണേ? കസ്റ്റം ബിൽഡാണ് ചെയ്തത്. 5 ലക്ഷം രൂപ അടുത്തായി. 5 ലക്ഷം അടുത്തായിട്ടുണ്ടല്ലേ? കസ്റ്റമായിട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ സംഭവം. റെഡ് കളറിൽ അൾട്ടിഗ്ര ഗ്രൂപ്പ് സെറ്റും കാര്യങ്ങളൊക്കെ വരുന്നു. ഫൾക്രത്തിൻ്റെ ആണ് ഇതും വരുന്നത് കേട്ടോ. ഫ്രണ്ടിലത്തെ റിമ്മും ബാക്കിലത്തെ റിമ്മും ഫൾക്രാണ്. 795 ബ്ലേഡ് RS അല്ലേ മോഡൽ നെയിം? സംഭവം കൊള്ളാം, നൈസായിട്ട്. എന്നിട്ട് അത് അടിപൊളി ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുത്തോ, അയച്ചു തരാൻ പറയരുത്, അല്ലെങ്കിൽ തന്നെ കുറേ ഫുട്ടേജ് ഉണ്ട് ഗൈസ്. ഇപ്പോൾ പരിപാടികളും കാര്യങ്ങളൊക്കെ ഏകദേശം ഒതുങ്ങി. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ഇവിടെ വേറെ കുറേ ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സുധിയേട്ടൻ ദേ വണ്ടി കാര്യങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബെർഗാമോണ്ട്, കാനഡയിൽ സ്പെഷ്യലൈസ്ഡ്, കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും അവിടെ അതിൻ്റെ പരിപാടിയിലാണ്. എൻഡിങ് സെറിമണിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അവിടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വണ്ടി നോക്കാം. ഇവിടെ നിറച്ച ആൾക്കാരുണ്ടല്ലോ, ഫുള്ള് ആൾക്കാർ കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് സെറ്റ്. അപ്പൊ ഗൈസ് നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ. സുധിയേട്ടനതേ വലിയൊരു കൊലയും കൊണ്ട് നല്ലൊരു നേന്ത്രക്കൊല കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസാ മാസ്റ്റേഴ്സിൽ ഫസ്റ്റ്. മറ്റേ ഇതിലായിരുന്നു സുദേവ് അല്ലായിരുന്നു ഫസ്റ്റ്? സുധിയേട്ടൻ എല്ലാരും അറിയണ ആൾക്കാരൊക്കെ കിട്ടിയത്. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തില്? അടിപൊളിയായിരുന്നു. അടിപൊളി റേസും കാര്യങ്ങളൊക്കെയാണ്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. സോ സ്റ്റേ ട്യൂൺ ഫോർ കിട്ടുന്ന വീഡിയോസ്. അടുത്ത റേസ് എങ്ങടാ? അടുത്തത് മെയിൻ വൺ ദുബായിലാണ്. ദുബായിലാ? അതെന്നാ? ഫെബ്രുവരി. ലോക്കൽ റേസുകളുണ്ട്. ഓ, ലോക്കൽ ചെറുവാക്കകള്. അതുകൊണ്ട് ഫോക്കസ് ചെയ്യണത് ദുബായ് റേസ് ആണല്ലേ? സെറ്റ്. പറ്റണേ നമുക്ക് ദുബായ് റേസും കവർ ചെയ്യാം ഗൈസ്. സ്റ്റേ ട്യൂൺ. അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.